തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപം കാർ നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ സംഭവത്തിൽ 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. അപകടകരമായി കാർ ഓടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഗുരുതരമായി പരിക്കേറ്റ 4 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരക്കേറിയ റോഡിൽ നിയമവിരുദ്ധമായി ഡ്രൈവിംഗ് പരിശീലനം നടത്തുകയായിരുന്നു ഇവർ. അപകടത്തിൽ കാർ യാത്രികരായ ഇരുവരുടെയും ലൈസൻസ് കഴിഞ്ഞ ദിവസം MVD സസ്പെൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു കാർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിലെ നടപ്പാതയിലേക്ക് ഇടിച്ചു കയറിയത്. നടപ്പാതയിലെ കൈവരി തകർത്തുകൊണ്ട് മുന്നോട്ടു പോയി. ഒന്ന് കുതിര മാറാൻ പോലും കഴിയാതെ അപകടത്തിൽപ്പെട്ടത് 5 പേരാണ്. ഇതിൽ വള്ളക്കടവ് സ്വദേശികളായ ശ്രീപ്രിയ, ആഞ്ജനേയൻ, ഓട്ടോ ഡ്രൈവറായ സുരേന്ദ്രൻ എന്നിവരുടെ നില ഗുരുതരമായി തുടരുന്നു. പുറത്തിറങ്ങിയപ്പോൾ കാർ ഓടിച്ചിരുന്ന വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുനാഥ് പറഞ്ഞത് വണ്ടിയുടെ ആക്സിലറേറ്റർ ജാമായി എന്നാണ്. പിന്നാലെ എൻഫോഴ്സ്മെന്റ് RTO നടത്തിയ പരിശോധനയിൽ വാദം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. വട്ടിയൂർക്കാവ് സ്വദേശികളായ വിഷ്ണുനാഥ്, അമ്മാവൻ വിജയനുമാണ് കാറിലുണ്ടായിരുന്നത്. തിരക്കേറിയ റോഡിൽ നിയമവിരുദ്ധമായി ഡ്രൈവിംഗ് പരിശീലനം നടത്തുകയായിരുന്നു ഇവർ. വളരെ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ്. 4 പേര് റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന 4 പേരാണ് ഇപ്പോൾ ഇതിലെ വിക്ടിംസ് ആയി കിടക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് കാർ, ഒരു ചെറിയ കാറാണ്, ഹൈ സ്പീഡിൽ വന്ന് സഡനായിട്ട് ബ്രേക്ക് അടിക്കാൻ പകരം ആക്സിലേറ്റർ അടിച്ചിട്ടാണ് ഇത് വണ്ടി ഫുട്പാത്തിലൂടെ കയറിയത്. അവിടെ നിൽക്കുന്ന 2 ഓട്ടോ ഡ്രൈവർമാരും 2 ഈ ജനറൽ ഹോസ്പിറ്റലിൽ വന്ന പേഷ്യൻറ്റുമാരുമാണ് ഇതിലെ വിക്ടിംസ്. അവരുടെ കണ്ടീഷൻ ഗുരുതരമാണെന്ന് അറിഞ്ഞു. ഞാൻ കണ്ടായിരുന്നു. വിക്ടിംസിൻ്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്. ബേസിക്കലി ഇയാൾ വണ്ടി ഓടിക്കുന്നത് തന്നെ ഒരു പ്രാക്ടീസിങ് പോലെയാണ് ഓടിക്കുന്നത് മനസ്സിലായി. അത് വളരെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടാണ്. ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡബിൾ പെഡൽ വേണം, അങ്ങനെയൊന്നുമില്ല, നോർമൽ കാറാണത്. ഓവർ സ്പീഡിങ്ങും ആയിരുന്നു. അപകടത്തിൽ കാർ യാത്രികരായ ഇരുവരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ MVD തീരുമാനിച്ചു. കൃത്യമായ നിയമം പാലിക്കാതെയുള്ള ഡ്രൈവിംഗ് പരിശീലനം അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് ആശങ്കയാവുകയാണ്. ജനം, തിരുവനന്തപുരം.